വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. അപ്പം ഇന്ന് കേൾക്കുമ്പോഴത്തെ വീഡിയോ തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ CS റാങ്കിൻ്റെ മാച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ലെറ്റ്സ് ഗോ ഗൈസ്. വീഡിയോ തുടങ്ങിയതേ ഉള്ളൂ, അതിനിടയ്ക്ക് ഹാങ് കാര്യങ്ങളൊക്കെ നല്ലപോലെ ആവുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, കാരണം കൂടെ നമ്മൾ പറയണ്ട. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഒരു സ്ക്രീൻ റെക്കോർഡിൻ്റെ ഐക്കണൊക്കെ കിടക്കുന്നതുകൊണ്ടാണ് നല്ലപോലെ ഹാങ് ആവുന്നത്. കുഴപ്പമില്ല, സെക്കൻഡ് റൗണ്ടൊക്കെ നമുക്ക് പിടിക്കാം. ഏതായാലും വിക്ടോറി അടിക്കണം, അത്രേ ഉള്ളൂ. കില്ല് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒരിടത്തിനും അടിച്ചിടാതെ വന്നാൽ പോരാ. ഓക്കെ, നമ്മൾ സോണും കണ്ണൊക്കെ ബാക്കിലെത്തി തുടങ്ങി. അതുകൊണ്ട് ഞാൻ നേരെ ഇനി ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഓടുന്ന സമയത്ത് വീണ്ടും വിക്ടോറി അടിച്ചു ഫ്രണ്ട്സ്. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് കിട്ടി. ഓക്കെ, നമ്മൾ സെക്കൻഡ് റൗണ്ടിലോട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് ഏത് ഗണ്ണാണ് വേണ്ടത്? കേസ് എടുക്കാം അതിൽ MA41. ഓക്കെ, കേസ് എടുക്കണോ? ഓക്കെ, കേസ് എടുത്തിട്ടുണ്ട്. നമ്മൾ പിന്നെ വേറൊരു ഗ്ലൂ വാളും കൂടെ എടുത്തേക്കാം. അല്ലെങ്കിൽ പണി വാളാൻ വളരെ ചാൻസ് കൂടുതലാണ്. നമ്മുടെ അടുത്തുള്ള എല്ലാം ബംഗാളികളാണ് കേട്ടോ. ഒരെന്തോ മലയാളി ഉണ്ടെന്നോ ഒരു സംശയമില്ലാതില്ല. കുഴപ്പമില്ല, നമുക്ക് SKS വീണ്ടും നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ കയ്യിലെത്തിയുള്ളൂ. ഓക്കെ, നമുക്ക് ഇനി ഇവിടെ നിന്ന് ഓടിയാം. ഓടി 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 ഇവിടെ ഒരു എനിമിയെങ്കിലും കണ്ടിട്ട് അവനെങ്കിലും അടിച്ച് ലോക്കാക്കി കൊല്ലണം. അല്ലെങ്കിൽ വിക്ടോറി അടിക്കുന്നത് എന്തിനാണ്? വെറുതെ വിക്ടോറി അടിച്ചിട്ട് എനിക്ക് വലിയ ഇതൊന്നുമില്ല. പിന്നെ അതുമല്ല, CS ഗോൾഡ് എത്തും. അപ്പോൾ ഒരു എനിമി നമ്മൾ കണ്ടു, അവനെ അടിച്ച് ലോക്കാക്കി പെട്ടെന്ന് തന്നെ അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കണം. അങ്ങനെ അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കി ഹെഡ് ഷോട്ട് തന്നെ കയറി പെട്ടെന്ന്. അപ്പോൾ നമ്മൾ ആ ഒരു വിക്ടോറി അടിച്ചു. ഓക്കെ, നമ്മളെ അപ്പോൾ മൂന്നാമത്തെ റൗണ്ടിലോട്ട് പോയേക്കാം ഗൈസ്. കുഴപ്പമില്ല, സ്ഥലങ്ങൾ കുഴപ്പമില്ല. ഗ്രാഫിക്സുകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 1K സബ്സ്ക്രൈബ് ആയിക്കോട്ടെ. നമുക്ക് റേറ്റിംഗ് കൂടുതൽ നല്ല 2, 3, 5 പേർക്ക് തരണ്ടി. അതിനാണ് നമുക്ക് നേരത്തിന് അടിക്കണം. ഓക്കെ, നമ്മളതിൻ്റെ ആ കത്തിയൊക്കെ എടുത്ത് നമ്മൾ വലിയ പ്രോ പ്ലെയർ എന്നൊക്കെയാണ് എല്ലാവരും വിചാരം. പക്ഷേ ഫ്രണ്ട്സ്, നമ്മുടെ ഒട്ടും പ്രോ പ്ലെയർ അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കിയതാണ് ഏവനെങ്കിലും അടുത്തെല്ലാം ഉണ്ടോയെന്ന്. ഫ്രണ്ട്സ്, എന്നെ പോലത്തെ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഇരട്ടകളാണ്, പക്ഷെ ശത്രുക്കളാണ്. കുഴപ്പമില്ല, അവൻ അടിച്ച് കൊല്ല. നമ്മുടെ ടീമേറ്റിന് തന്നെ ഞാൻ അടിച്ച് കൊല്ലണോ? അല്ല, വേണ്ട, അവിടെ ഒരുത്തനെ കണ്ടിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, അവൻ പോയി. ആ ഫ്രണ്ട്സ്, ഒരുത്തൻ പോകുന്നുണ്ടല്ലോ. ഇല്ല, കുഴപ്പമില്ല, അങ്ങോട്ട് പോയി നോക്കാം. ഫ്രണ്ട്സ്, ഒരുത്തൻ പോകുന്നുണ്ട്. നമുക്ക് അവനെ അടിച്ച് പെട്ടെന്ന് തന്നെ ഒരു ഡാനായിട്ട് ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ അവനെ അടിച്ച് ലോക്കാക്കിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഇരട്ട ചെറുക്കൻ. ഹായ് മോനെ. അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കി വിക്ടോറി അടിച്ചു. അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കി വിക്ടോറി അടിച്ചപ്പോൾ ഒരു സമാധാനമുണ്ട്. ഇരട്ടുള്ള ആൾമാറായിട്ട് നിർത്തണാണ് അവന്മാർ. റൗണ്ട് 4ലോട്ട് എത്തിയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്കിതിൽ എടുക്കണം. SKS തന്നെ വീണ്ടും ബൈ ചെയ്ത് കഴിഞ്ഞു. കുഴപ്പമില്ല, സെയിം കണ്ണ് തന്നെ മതി. കുഴപ്പമില്ല ഫ്രണ്ട്സ്, നമുക്ക് ഇവിടെ നിന്ന് ഇരുന്ന് നോക്കാം. അവന്മാരെ ഏവനെങ്കിലും കണ്ടെങ്കിൽ അപ്പം തന്നെ അടിച്ച് ലോക്കാക്കണം. ലാസ്റ്റ് റൗണ്ടും കൂടി ആയതുകൊണ്ട് ഒരു പേടിയുണ്ട്. അവന്മാരെന്നെ ലോക്കാക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് ഞാൻ ഇതുവരെ ജയിച്ചിട്ടില്ല. ഇതുവരെ കളിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്ഥലത്ത് എത്തുന്ന സമയത്തേക്ക് എൻ്റെ ഒരു പവറെല്ലാം വീക്കായി പോകുന്നു സത്യം. ഫ്രണ്ട്സ്, ഞാൻ അവനെ പെട്ടെന്ന് തന്നെ അവനെങ്കിലും ലോക്കാക്കണം. എൻ്റെ ഇരട്ട ഉണ്ടല്ലോ, അവനൊന്ന് ലോക്കായി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമാവും. കാരണം അവന് നല്ലൊരു പ്രാക്ടീസും ഗൺഷൂട്ട് നല്ല പോലെ അടിക്കുന്നതാണ്. എന്തായാലും നമുക്ക് അവനെ ലോക്കാക്കാൻ പറ്റുമെങ്കിൽ ലോക്കാക്കണം. അവിടെ എവിടെയെങ്കിലും കാണാതിരിക്കത്തില്ല അവൻ. നമുക്ക് ഏതൊക്കെ ഗണ്ണുകൾ ലൂട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ? വേണ്ടല്ലേ, ഈ ചെറിയ പൊട്ടിയൊക്കെ എന്തിനാ പൊട്ടിക്കണം? ഓക്കെ, അടുത്ത പെട്ടിയും പൊട്ടിച്ചിട്ടുണ്ട്. അവിടേക്ക് ഗണ്ണുകളുണ്ട്, നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ ചെറുതായിട്ട് ഹാങ് ആവുന്നുണ്ട്. മറ്റേ എനിമി. അയ്യോ ഫ്രണ്ട്സ്, എന്നെ അവൻ അടിച്ച് നല്ലപോലെ ലോക്കാക്കിയിട്ടുണ്ടായിരുന്നു. രക്ഷപ്പെടാൻ ഒരു വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ചത്തു കിടക്കുന്നു. ലാസ്റ്റ് റൗണ്ടും കൂടെ ആയതുകൊണ്ട് ഒരുത്തൻ കയറി നൈസിന് ബുയ അടിക്കുന്നത് ഉണ്ടായി. സോ ഈ പ്രാവശ്യത്തെ റെഡിങ് കോഡ് നമ്മൾ ഗീവ് അവേ ആയിട്ടാണ് തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം വീഡിയോയ്ക്ക് കമൻറ്റ് ഇടണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. റിപ്ലൈ ആയിട്ട് തരുന്നതായിരിക്കും റെഡിങ് കോഡ്. തന്നെ എല്ലാവരും വീഡിയോയ്ക്ക് നല്ലപോലെ ആക്റ്റീവായിട്ടിരിക്കുക.